അപ്പോൾ അതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാടി കടപ്പുറത്താണ് കേട്ടോ. അത് സൂര്യ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ കൊല്ലം വരെ പോയപ്പോൾ വാടിയിലൊന്ന് പോയി മീനുണ്ടോ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ചെന്നപ്പം ഇതേ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. കണവകൾ ഇതേ മുട്ടം കണവകൾ വാരിക്കൂട്ടിയിട്ടേക്കുക. പക്ഷെ അത് നമുക്ക് അവർ തരത്തില്ല, അത് എക്സ്പോർട്ട് ചെയ്യാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തന്നില്ല. ഇത് നിറച്ച് കണവകളായിരുന്നു കേട്ടോ, ഫുള്ള് കണവകളായിരുന്നു. പിന്നെ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയി. അപ്പം ബോട്ടുകളും വള്ളങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുറേ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ വന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ എല്ലാം നമ്മുടെ ചോപ്പൻ കോരയും കൊഞ്ചും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനകത്ത് കണവകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ കൊട്ടയിലൊക്കെ വാരി കണവകൾ കൊണ്ടുവരാണ്, പക്ഷെ അത് തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ചോപ്പൻ കോരയും കൊഞ്ചും ഒക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ കൂടെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ എനിക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് നിന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ ശംഖൊക്കെ കിടക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ചവിട്ടരുത്, കാലിൽ കൊള്ളും. അങ്ങനെ നോക്കിയപ്പോൾ ഈ ശംഖുകൾക്ക് ജീവനുണ്ട്. അങ്ങനെ ഞാൻ അതൊന്ന് സൂം ചെയ്തെടുത്തേനെ കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി, അപ്പോഴത്തേക്കും അത് അകത്ത് കയറിക്കളഞ്ഞു. അപ്പോൾ ഈ ശംഖുകൾക്കും അവിടെ കിടക്കുന്ന കക്കക്കൊക്കെ ജീവനുള്ളതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഇങ്ങനെ ജീവനുള്ള ശംഖും കക്കയെല്ലാം. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും നിമിച്ചിച്ചിയും അമ്മിണിയൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ചുവപ്പൻ കോരയും കൊഞ്ചും വാങ്ങാൻ വന്നു. 500 രൂപയാണ് കേട്ടോ. ആ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സെറ്റിന് 500 രൂപയാണ്. അതിൽ കുറച്ച് തരത്തില്ല, മാക്സിമം നമ്മൾ ചോദിച്ചു നോക്കി, പക്ഷെ തരത്തില്ല. പിന്നെ ആ ആൻറ്റി വാരിക്കുന്ന കൊഞ്ചുകൾക്കൊക്കെ 500 രൂപയാണ്. പിന്നെ ഞങ്ങൾ അതിൽ നിന്നും ഓരോ സെറ്റ് വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കണം. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവിടെ ലേലം നടക്കുന്നു. അവരത് കൊട്ടയിലേക്ക് വാരിയിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കണവതേ എന്നെ തന്നെ ഇങ്ങനെ നോക്കുക, എന്താടി നോക്കുന്നേ, കണ്ടിട്ടില്ലേ ഇതുവരെ എന്നുള്ള രീതിയിൽ.